റാഷിദ് ഖാൻ വൈഭവ് സൂര്യവംശിക്കെതിരെ ബോൾ ചെയ്യുകയാണ്. ആദ്യ പന്തിൽ തന്നെ ഒരു LBW അപ്പീൽ. പിച്ചിങ് ഔട്ട്സൈഡ് ലെഗെന്ന് കമൻറ്റേറ്റർമാർ പറഞ്ഞു. വിക്കറ്റ് കീപ്പറായ ജോസ് ബട്ട്ലറിനോട് സംസാരിച്ചതിന് ശേഷം റാഷിദ് ഫീൽഡ് അമ്പയറുടെ തീരുമാനം പുനർപരിശോധിച്ചു. അത് നോട്ട് ഔട്ടാണെന്ന് ഗുജറാത്ത് ടീമിന് അറിയാമായിരുന്നു. ഒരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിലാണ് അവർ റിവ്യൂ ഉപയോഗിച്ചത്. വൈഭവ് എന്ന 14-കാരൻ്റെ വിക്കറ്റ് റാഷിദ് അത്രയേറെ മോഹിച്ചിരുന്നു. അവൻ ഗുജറാത്തിനെ ക്രൂരമായി തല്ലിച്ചതക്കുകയായിരുന്നു. മൂന്നാം അമ്പയർ വൈഭവ് ഔട്ടല്ല എന്ന് സാക്ഷ്യപ്പെടുത്തി. ആ സമയത്ത് വൈഭവ് സന്തോഷത്തോടെ അലറി. അതോടെ ഒരു കാര്യം ഉറപ്പായി, ഈ പയ്യന് ആർത്തിയാണ്, ബാറ്റ് ചെയ്യാനുള്ള ആർത്തി. റാഷിദിൻ്റെ ആദ്യ ഓവറിൽ വൈഭവിനെ ബൗണ്ടറികളൊന്നും തന്നെ പായിക്കാനായില്ല. അവസാന പന്തെറിഞ്ഞതിന് ശേഷം റാഷിദ് വൈഭവിനെ നോക്കി ചിരിച്ചു. ഒരു നിശബ്ദമായ വെല്ലുവിളി. ലോകോത്തര ലെഗ് സ്പിന്നർ ടീനേജ് പിന്നിടാത്ത ബാറ്ററുമായി മാനസിക യുദ്ധത്തിലേർപ്പെടുന്നു. ക്രിക്കറ്റ് ലോകത്തിന് ആ കാഴ്ച പുതിയതായിരുന്നില്ല. പണ്ട് അബ്ദുൽ ഖാദർ എന്ന പാകിസ്ഥാനി റിസ്റ്റ് സ്പിന്നർ 16 വയസ്സുള്ള സച്ചിൻ തെണ്ടുൽക്കറിനെ സ്ലെഡ്ജ് ചെയ്തിരുന്നു. ഒരു പ്രദർശന മത്സരത്തിൽ തകർത്തടിച്ചുകൊണ്ടിരുന്ന സച്ചിനോട് ഖാദർ പറഞ്ഞിരുന്നു, പുതുമുഖ ബോളർമാരെ പ്രഹരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല, സാധിക്കുമെങ്കിൽ നീ എന്നെ അടിക്കൂ. ഖാദറിൻ്റെ അടുത്ത ഓവറിൽ 28 റണ്ണുകളാണ് സച്ചിൻ വാരിക്കൂട്ടിയത്. വൈഭവിനെ നോക്കി ചിരിക്കുന്ന റാഷിദിനെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നു, സച്ചിൻ്റെ ശൈലിയിൽ മറുപടി നൽകാൻ വൈഭവിന് കഴിയുമോ? വൈഭവ് അത് തന്നെ പ്രവർത്തിച്ചു. റാഷിദിനെ സ്ട്രെയിറ്റ് ബൗണ്ടറി അടിച്ചു. അഫ്ഗാൻ മാന്ത്രികൻ്റെ പന്തിനെ നിലം തൊടാതെ ഗാലറിയിലെത്തിച്ച് ശതകം തികച്ചു. T20 ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയനായി. വൈഭവ് നേരിട്ടത് ആഭ്യന്തര ബോളർമാരെയല്ല, ഗുജറാത്തിൻ്റെ ആയുധങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുണ്ടായിരുന്നു. ഒരാളെയും വൈഭവ് വെറുതെ വിട്ടില്ല. മുഹമ്മദ് സിറാജ് അധിക ബൗൺസും മൂവ്മെൻറ്റും ഉൽപ്പാദിപ്പിച്ച് വൈഭവിനെ ബുദ്ധിമുട്ടിച്ചു. പക്ഷേ സിറാജിൻ്റെ അടുത്ത പന്ത് ലോങ് ഓണിന് മുകളിലൂടെ അദൃശ്യമായി. ഇന്ത്യയുടെ പ്രീമിയം സ്പിന്നറായ വാഷിംഗ്ടൺ സുന്ദറിനെതിരെ വൈഭവ് തുടർച്ചയായ സിക്സറുകൾ പായിച്ചപ്പോൾ കമൻട്രി ബോക്സിൽ നിന്ന് വിസിലടി ഉയർന്നു. കളിപറച്ചിലുകാർ കൈയടിക്കാറുണ്ട്, പക്ഷേ അവർ വിസിലടിക്കുന്നത് അത്യപൂർവ കാഴ്ചയാണ്. പ്രസിദ്ധ് കൃഷ്ണ വൈഭവിനെ ഭയപ്പെടുത്താനാണ് തുനിഞ്ഞത്. നല്ല വേഗതയിൽ അയാൾ പന്തെറിഞ്ഞു. ബൗൺസറുകൾ വർഷിക്കപ്പെട്ടു. പ്രസിദ്ധ് വാക്കുകൾ കൊണ്ടും വൈഭവിനെ എതിരിട്ടു. പ്രസിദ്ധിനുള്ള പാരിതോഷികം ഉടനെ വന്നു. ലോങ് ഓഫിന് മുകളിലൂടെ തകർപ്പൻ ഹിറ്റ്, അതും ബാക്ക് ഫുട്ടിൽ. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമെല്ലാം ലീഗ് ക്രിക്കറ്റ് കളിച്ച് പയറ്റിത്തെളിഞ്ഞവനാണ് കരീം ജന്നത്ത്. അയാൾ ദേശീയ ടീമിന് വേണ്ടിയും കുറേ മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ വൈഭവിൻ്റെ മുന്നിൽ അയാൾ ഒരു സ്കൂൾ ബോളറെ പോലെ ചെറുതായി. ഏറ്റവും ഭീകരമായി ശിക്ഷിക്കപ്പെട്ടത് ഇശാന്ത് ശർമ്മയായിരുന്നു. ഇശാന്തിൻ്റെ ഒരു ഓവറിൽ 28 റൺസാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പെർത്ത് ടെസ്റ്റ് ഓർക്കുന്നില്ലേ? അന്ന് റിക്കി പോണ്ടിങ് എന്ന ഓസ്ട്രേലിയൻ നായകൻ 19 വയസ്സുകാരനായിരുന്ന ഇശാന്തിൻ്റെ മുമ്പിൽ ശരിക്കും പതറി. ആ വിഖ്യാതമായ സ്പെല്ലിൻ്റെ സ്വാധീനം പ്രഥമ IPL താരലേലത്തിൽ പ്രകടമായിരുന്നു. 2008 ഇശാന്തിനെ സ്വന്തമാക്കുന്നതിനു വേണ്ടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 3.80 കോടി രൂപയാണ് ചെലവിട്ടത്. അങ്ങനെ ഇശാന്ത് IPL ഏറ്റവും വിലയേറിയ ബൗളറായി മാറി. അന്ന് വൈഭവി ഭൂമിയിൽ ജനിച്ചിട്ട് പോലുമില്ലായിരുന്നു. വേണമെങ്കിൽ ഇശാന്തിന് വൈഭവിനോട് പറയാമായിരുന്നു, നിന്റെ പ്രായമാണ് മോനെ എൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ ദേഹം മുഴുവനും ഇടികൊണ്ട് ചുവന്ന ബോക്സറുടെ അവസ്ഥയാണ് ഇശാന്തിനിപ്പോൾ ഉള്ളത്. വൈഭവിനെതിരെ ഇശാന്ത് എറിഞ്ഞ ഒരു പന്ത് സ്റ്റേഡിയത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നാണ് കണ്ടെടുത്തത്. കൊച്ചുപയ്യൻ്റെ പരാക്രമം കണ്ട് പരിഭ്രമിച്ച ഇശാന്ത് വൈഡുകൾ എറിയുന്നതും കണ്ടു. ആരവങ്ങൾ അടങ്ങുമ്പോൾ എൻ്റെ കൺമുമ്പിൽ 2 ദൃശ്യങ്ങളുണ്ട്. സ്വന്തം ബോളറായ ഇശാന്തിനെ പഞ്ഞിക്കിട്ട വൈഭവിനെ അഭിനന്ദിക്കുന്ന രാഹുൽ തെവാട്ടിയയുടെ ചിത്രമാണ് ആദ്യത്തേത്. വൈഭവ് സെഞ്ചുറി തികച്ചപ്പോൾ വീൽ ചെയർ പോലും ഉപേക്ഷിച്ച് തുള്ളിച്ചാടിയ രാഹുൽ ദ്രാവിഡിൻ്റെ മുഖമാണ് രണ്ടാമത്തേത്. ആ ദൃശ്യങ്ങൾ വൈഭവ് ആരാണെന്ന് വിളിച്ചോതുന്നുണ്ട്. തെവാട്ടി വൈഭവിനെ അഭിനന്ദിക്കുന്നത് കണ്ടപ്പോൾ പഴശ്ശിരാജ എന്ന സിനിമയിലെ ക്ലൈമാക്സ് സീനാണ് ഓർമ്മ വന്നത്. പഴശ്ശിയെ സല്യൂട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് പ്രഭു പറയുന്നു, അയാൾ നമ്മുടെ ശത്രുവായിരുന്നു, പക്ഷേ അയാൾ മഹാനായ മനുഷ്യനും ധീരനായ യോദ്ധാവുമാണ്. ഞങ്ങൾ അയാളെ ബഹുമാനിക്കുന്നു.